വെൽക്കം ടു കിച്ചൺ ഡയറീസ്. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് ഒരു മധുരമാണ്. ഇത് ചെറുപയർ പരിപ്പ് പ്രഥമനാണ്. കുട്ടികളെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പായസമാണ് ചെറുപയർ പരിപ്പ് പായസം. ഇത് കണ്ടാൽ തന്നെ അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഫീൽ ചെയ്യും. നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ ഇതിന് നല്ല കളർ കിട്ടും. അതേസമയം വെള്ള ശർക്കരയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കളറ് കുറവായിരിക്കും. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. ചെറുപയർ പരിപ്പ് 350 ഗ്രാം, അണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത് ആവശ്യത്തിന്, കാർഡമം പൗഡർ 1.5 ടീസ്പൂൺ, ഘീ, ശർക്കര 6 ശർക്കരയാണ് ഞാൻ യൂസ് ചെയ്തത്, തേങ്ങയുടെ 1/4 പാൽ, തേങ്ങയുടെ 2/2 പാൽ, 2 തേങ്ങ ചിരവി അതിൻ്റെ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് പരിപ്പ് ചേർക്കുക. പരിപ്പ് നന്നായി വറുത്തെടുക്കുക. ചെറിയ തീയിൽ വെച്ച് വേണം പരിപ്പ് വറുത്തെടുക്കാൻ. പരിപ്പ് വാഷ് ചെയ്യുന്നതിന് മുൻപാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ചെറിയ തീയിൽ സമയമെടുത്ത് വേണം പരിപ്പ് വറുക്കാൻ. പരിപ്പ് പാകമാവുമ്പോൾ നല്ല ഒരു സ്മെൽ വരും. 2 പരിപ്പ് എടുത്ത് കടിച്ചു നോക്കുമ്പോൾ പൊട്ടുന്ന സൗണ്ട് ഉണ്ടാവും. അതാണ് അതിൻ്റെ പാകം അറിയുന്നത്. ഇപ്പോൾ ചെറിയ തീയിൽ നമ്മുടെ പരിപ്പിൻ്റെ നിറമെല്ലാം ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ചുവപ്പ് കളർ ആയി എന്ന് തോന്നുമ്പോഴേക്കും ഇത് ഇറക്കണം അടുപ്പിൽ നിന്നും. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് ശർക്കരയും ആവശ്യത്തിന് വെള്ളവും ചേർക്കുക. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. കുക്കറിലേക്ക് വാഷ് ചെയ്തെടുത്ത പരിപ്പ് ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പരിപ്പിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം ഒഴിക്കാൻ. ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. വിസിൽ വരുമ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഘീ ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് ചെറുങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. അതിനുശേഷം തേങ്ങാക്കൊത്ത് ഘീയിലേക്ക് ചേർക്കുക. തേങ്ങാക്കൊത്തും ചെറിയ തീയിൽ വെച്ച് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ തേങ്ങാക്കൊത്തും നിറം മാറിയിട്ടുണ്ട്. ഇതും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് പരിപ്പിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പായസത്തിന്. ഒരു പാനിലേക്ക് പരിപ്പ് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. കുറച്ച് പരിപ്പൊക്കെ അല്ലാതെയും കിടക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഘീ ചേർക്കുക. ഈ ഘീയിലേക്കും ശർക്കര പാനിയിലും കിടന്ന് വേണം ഈ പരിപ്പ് കുറുകി വരുന്നതിന്. ശർക്കര ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത്. ശർക്കരയുടെയും നെയ്യിലും കിടന്ന് ഈ പരിപ്പ് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ശർക്കരക്കൂട്ട് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 പാൽ ചേർക്കുക. 1/4 പാലും ശർക്കരയും നെയ്യിലും കിടന്ന് പരിപ്പ് നല്ലവണ്ണം പാകമായി വരുമ്പോൾ നമ്മൾക്ക് 1/4 പാൽ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ശർക്കരയിൽ കുറുകി വന്നിട്ടുണ്ട് പരിപ്പ്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1/4 പാൽ ചേർത്തു നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. 1/4 പാൽ ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി ചൂടായി വന്നാൽ മതി. ഇപ്പോൾ അടിപൊളി
പരിപ്പ് പ്രഥമൻ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർക്കുക. കല്യാണത്തിനും ഓണത്തിനും വിഷുവിനും എല്ലാം ഒരു പ്രധാന ഐറ്റം ആണ് പരിപ്പ് പ്രഥമൻ. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർത്തിളക്കി വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പ് പ്രഥമൻ ഇവിടെ തയ്യാറായി. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.